രാവിലെ തന്നെ നേതാക്കന്മാരെല്ലാം വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിട്ടുണ്ട്. വിവിധ പാർട്ടികളുടെ ഏറ്റവും മുതിർന്ന നേതാക്കൾ ഇപ്പോൾ AK ആന്റണിയെ നമുക്ക് കാണാം. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുകയാണ്. സ്ക്രീനിന്റെ മറുവശത്ത് ചാണ്ടി ഉമ്മൻ കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. നേരത്തെ AK ആന്റണി മാധ്യമങ്ങളെ കണ്ടു. LDFന് ഇതൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളതാണ് AK ആന്റണിയുടെ പ്രതികരണം. ഭരണമാറ്റത്തിനുള്ള തുടക്കമുണ്ടാകും, ജനം മടുത്തു, രാഹുൽ മാങ്കൂട്ടം വിവാദമൊന്നും ചർച്ചയാവില്ല, ഇന്നലെയും ആരോപണം വന്നു എന്ന് AK ആന്റണി പറഞ്ഞു. ഒരു ശക്തമായ വികാരം കാണുന്നുണ്ട്. ഈ ഇലക്ഷൻ, ലോക്കൽ ബോഡി ഇലക്ഷൻ ഭരണമാറ്റത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുന്നതാണ്. ലോക്കൽ ബോഡി ഇലക്ഷൻ ഭരണമാറ്റത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുന്നതാണ് ജനവിശ്വാസം. ജനങ്ങളാകെ കക്ഷിഭേദമന്യേ ജാതിമത വ്യത്യാസമില്ലാതെ ഈ ഭരണം കൊണ്ട് മടുത്തു കഴിഞ്ഞിരിക്കുക. ദുസ്സഹമായ ജനജീവിതം എല്ലാ അർത്ഥത്തിലും ദുസ്സഹമായിരിക്കും. ജീവിക്കാൻ വയ്യ, കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാൻ വയ്യാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന അതിവേഗത്തിലുള്ള ഭരണമാറ്റമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനേക്കാൾ അവരുടെ വോട്ട് ശതമാനം കുറയാൻ പോവുകയാണ്. BJP ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭരണമാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഏക മുന്നണി UDF ഐക്യജനാധിപത്യ മാറ്റമാണ്. അതുകൊണ്ട് അതിവേഗം ഭരണമാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങൾ, തുടർഭരണം കൊണ്ട് ജീവിതം ജനങ്ങൾ ഈ ഇലക്ഷനിൽ ഐക്യജനാധിപത്യത്തിന് അനുകൂലമായി വലിയ തോതിൽ വോട്ട് ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് ഇത്തവണ ഒരു വൻ വിജയം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ ഒരു വൻ വിജയം UDF ഉണ്ടാകുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഇഷ്യൂസ് ഒന്നുമില്ല. ജനങ്ങൾക്ക് മുന്നോട്ട് വെക്കുന്നത് 2020 ഇനി ആവർത്തിക്കില്ല. അതിനു മുൻപ് UDFന് അനുകൂലമായി ഉണ്ടായ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ആവർത്തിക്കുമെന്നുള്ളതാണ് നേരത്തെ അടൂർ പ്രകാശ് അടക്കമുള്ളവരൊക്കെ പറഞ്ഞത്. AK ആന്റണിയും അതേ പ്രതീക്ഷയാണ് മുന്നോട്ട് വെക്കുന്നത്.